സൈബർ അധിക്ഷേപ കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്ത് ഫെനി നയനാൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നും തെറ്റായ ആരോപണങ്ങളുടെ പേരിൽ കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, പോസ്റ്റ് ഇട്ടപ്പോൾ വാട്സ്ആപ്പ് 3 തവണ പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ അതിജീവിതയുമായി വാട്സ്ആപ്പിൽ നടത്തിയ സംഭാഷണങ്ങളുടെ ചാറ്റ് പുറത്തുവിട്ടത്. ഫെനി പറയുന്ന കാര്യം അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതൊന്നും ആ ചാറ്റിലുള്ള ഇല്ല എന്നുള്ളതാണ്. വ്യാജ കേസാണെന്നാണ്. ഹർജിയിലെ ആവശ്യം എന്താണ് ബിനിൽ? ഹർജിയിലെ ആവശ്യം ഈ കേസ് റദ്ദാക്കണമെന്നതാണ്. നിയമപരമായി നിലനിൽക്കാത്തൊരു എഫ്ഐആർ ആണ് തനിക്കെതിരെ പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യവുമായാണ് ഹൈക്കോടതിയിലേക്ക് ഫെനി നൈനാൻ എത്തിയിരിക്കുന്നത്. ഫെനി പറയുന്നത് താൻ ഈ അതിജീവിതയുടെ ഐഡന്റിറ്റിയോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയോ അതിലൊരു കേസോ നിലനിൽക്കുന്നതല്ല. ഇവിടെ കള്ളപ്പരാതിയിൽ ഒരു കള്ളക്കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഫെനി നൈനാന്റെ ആരോപണം. അതുകൊണ്ട് നിലനിൽക്കാത്ത ആ കേസ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഈ തിങ്കളാഴ്ച ആയിരിക്കും ഫെനി നൈനാന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. സ്വാഭാവികമായും പ്രോസിക്യൂഷനോട് വിശദീകരണം തേടുകയായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു എതിർപ്പുമായി ഫെനി നൈനാൻ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട വസ്തുത. അതായത്